സ്വന്തം വീട് പോലെ കരുതിയ സ്ഥലത്തു നിന്നും ലഭിച്ച മുറിവ്. അതിൻ്റെ സത്യം ഒടുവിൽ പുറത്തു വരുന്നു. എന്തുകൊണ്ടാണ് നന്ദിനി ആ വീട്ടിലേക്ക് പോകാൻ വിസമ്മതിച്ചതെന്ന് മനസ്സിലാകുന്നു. ഇനി എന്ത്, നമുക്ക് കേട്ടു നോക്കിയാലോ. അത് രമേഷിൻ്റെ അച്ചച്ചനല്ല മോളെ. എൻ്റെ അച്ഛൻ്റെ സഹോദരൻ പവിത്രൻ ഇളയച്ചനാണ് അന്ന് വീട്ടിലുണ്ടായിരുന്നത്. നന്ദിനിക്കത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. താൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് രമേഷിൻ്റെ അച്ചച്ചൻ തന്നെയാണെന്നാണ് തൻ്റെ വിശ്വാസം. വീണ പറഞ്ഞത് വിശ്വസിക്കാതെയും മനസ്സിലാകാതെയും സംശയരൂപത്തിൽ നിൽക്കുന്ന നന്ദിനിയോട് വീണ യഥാർത്ഥത്തിലുള്ള കാര്യം വിശദമായി പറഞ്ഞു. തൻ്റെ അച്ഛനും ഇന്നലെ വീട്ടിൽ കണ്ട ഇളയച്ചനും ഇരട്ട സഹോദരന്മാരാണ്. 1 മണിക്കൂറിന് വ്യത്യാസമാണ് തൻ്റെ അച്ഛന് ഇളയച്ചനേക്കാൾ കൂടുതൽ ഉള്ളത്. അവരെ 2 പേരെയും വളരെ അടുത്തറിയുന്നവർക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നന്ദിനിക്ക് അവരെ തമ്മിൽ മാറിപ്പോയതിൽ അതിശയമൊന്നുമില്ല. ഇളയച്ചൻ നാട്ടിൽ സ്ഥിരമായിട്ടില്ലാത്ത ആളാണെന്നും ഒരു തവണ ദേശസഞ്ചാരത്തിന് പോയാൽ പിന്നെ കുറേ കാലം കഴിഞ്ഞു മാത്രമേ ഇവിടെ വരാറുള്ളൂ എന്നും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും വീണ നന്ദിനിയോട് പറഞ്ഞു. അവൾ അതിനെപ്പറ്റി കാര്യമായി ചോദിക്കാൻ കാരണം എന്തായിരിക്കും എന്നാണ് വീണയ്ക്കുള്ള സംശയം. അത് അവർ ചോദിക്കുകയും ചെയ്തു. ആ ചോദ്യം കേട്ടപ്പോഴേക്കും നന്ദിനിയുടെ നിയന്ത്രണം വിട്ടുപോയി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു. നിങ്ങളവിടെ കാണില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരികയും ഇല്ലായിരുന്നു. എൻ്റെ ജീവിതം നശിക്കുകയും ഇല്ലായിരുന്നു. ഒരു വല്യപ്പൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളിൽ നിന്നും ഇത്രയും ക്രൂരത ഞാൻ പ്രതീക്ഷിച്ചില്ല. രമേഷിൻ്റെ അച്ചച്ചനാണല്ലോ എന്ന വിചാരത്തിൽ ഞാൻ അല്പം അടുത്ത് പെരുമാറുകയും ചെയ്തു. തൻ്റെ ഇളയച്ചൻ്റെ സ്വഭാവദൂഷ്യം കുറേയൊക്കെ അറിയാമായിരുന്ന വീണയ്ക്ക് അപകടം മനസ്സിലായി. നടന്നതെന്തായിരിക്കും എന്ന് അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. നീ ഇത് മറ്റാരോടും പറയാനൊന്നും നിൽക്കണ്ട. ഏതായാലും സംഭവിച്ചത് സംഭവിച്ചു. നഷ്ടപ്പെട്ടതിന് പകരമായി നിനക്കൊന്നും തരാനില്ലെന്ന് എനിക്കറിയാം. മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് മാത്രം പറഞ്ഞാൽ മതി. വേറെ ആരും അറിയുകയും വേണ്ട. അറിഞ്ഞാൽ തന്നെ എന്ത് കാര്യം? അവർക്ക് വേണ്ടപ്പെട്ടയാൾ കുറ്റം ചെയ്തതായതുകൊണ്ട് അത് കേട്ടപ്പോഴേ അവരുടെ സ്വഭാവത്തിന് വന്ന മാറ്റം കണ്ടില്ലേ? വേറെ ആരും അറിയുക പോലും വേണ്ട പോലും. വേണ്ടതെല്ലാം തന്നുകൊള്ളാം പോലും. തനിക്ക് നഷ്ടപ്പെട്ടത് തരാൻ അവർക്ക് കഴിയില്ല. അത് അവർക്ക് തന്നെ അറിയാം. അതവർ സമ്മതിക്കുകയും ചെയ്തു. അവരും ഒരു സ്ത്രീയാണല്ലോ. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? എന്നാലും ഓരോരുത്തരും അവരവരുടെ സുരക്ഷിതത്വം മാത്രമേ നോക്കൂ. അതാണല്ലോ മനുഷ്യ സ്വഭാവം. അവർക്ക് മാനംകേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യും. ഇനി എന്താണ് പകരം ചെയ്യാമെന്ന് പറയുന്നത്? തനിക്ക് കുറച്ച് പണം തരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യുകയോ ആയിരിക്കും. അതൊന്നും വേണ്ട. താൻ അതൊന്നും ആഗ്രഹിക്കുന്നുമില്ല. ഇനി എന്തായാലും ആരെ കാണാനാണെന്ന് പറഞ്ഞാലും ഞാൻ ആ വീട്ടിലേക്കില്ല. എനിക്ക് ആ വീട് കാണുമ്പോഴേ ഇപ്പോൾ ഭയമാണ്. രമേഷിനോട് എനിക്ക് പേടിയൊന്നുമില്ല. ഇളയച്ചൻ മിക്കവാറും ഈ നാട്ടിൽ നിന്ന് തന്നെ പോയി കാണും. വളരെ കുറച്ച് ദിവസം മാത്രമേ ഒരു സ്ഥലത്ത് അദ്ദേഹം നിൽക്കൂ.
ഇനി വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ നാട്ടിലേക്ക് വരുന്നത്. ഇനി അവിടെ ആരെയും ഭയപ്പെടാനില്ല. കുട്ടിക്ക് ധൈര്യമായി വരാം. സാധാരണ വരുന്നത് പോലെ തന്നെ വരാം. ഇപ്പോൾ സംഭവിച്ചതൊന്നും സംഭവിക്കുമെന്ന് ആരും കരുതിയതല്ലല്ലോ. എവിടെയാണ് അപകടം പതിയിരിക്കുന്നത് എന്ന് വിവേചിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് എല്ലാത്തിനെയും ഭയപ്പെടുക എന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്ന് നന്ദിനിയുടെ മനസ്സിൽ തോന്നിത്തുടങ്ങിയിരുന്നു. താൻ ഒരിടത്തും സുരക്ഷിതയല്ല എന്ന് അവൾക്ക് ബോധ്യമായി. അതുകൊണ്ട് സംശയകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഇനിയെങ്കിലും പരിശ്രമിക്കണം എന്ന് അന്ന് രാത്രി തന്നെ അവൾ തീരുമാനിച്ചിരുന്നു. അവിടെയുള്ളവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും വരാമല്ലോ. ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടില്ല. എനിക്ക് ആ പടി ചവിട്ടാനുള്ള ധൈര്യമില്ല. ഞാൻ വന്നാൽ തന്നെ രമേശും രമേഷിൻ്റെ അച്ഛനും എല്ലാം വിവരമറിഞ്ഞു പോകും. അത് കേട്ടതേ വീണയ്ക്ക് അപകട സൂചന തോന്നി. എന്തായാലും അവർ രണ്ടുപേരും അറിയാൻ പാടില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, എന്നാൽ പിന്നെ നീ വരണമെന്നില്ല. ഞങ്ങൾ രമേശിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നുകൊള്ളാം. അത്യാവശ്യം വേണ്ട ചില ഉപദേശങ്ങൾ കൂടി നൽകിയിട്ടാണ് അവരന്ന് അവിടെ നിന്നും പോകാനിറങ്ങിയത്. അവരുടെ മനസ്സിൽ എന്തോ സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഏതെങ്കിലും കാരണവശാൽ നന്ദു ഗർഭിണിയാകുകയോ മറ്റോ ചെയ്താൽ കൂടുതൽ അപകടമാണ്. അതിന് ആരുടെ നേരെ വേണമെങ്കിലും വിരൽ ചൂണ്ടപ്പെടാം. തൻ്റെ മകൻ്റെ നേരെയും വിരൽ ചൂണ്ടാൻ സമൂഹത്തിന് അതൊരവസരമാകും എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ തരത്തിലുള്ള ചില ഉപദേശങ്ങൾ കൂടി നൽകിയതിന് ശേഷമാണ് അവർ അവിടെ നിന്നും പോയത്. വീണയോട് പറഞ്ഞതുപോലെ ആ സംഭവത്തിന് ശേഷം നന്ദിനി രമേശിൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. ആ ഒരു കാര്യത്തിൽ മാത്രം അവൾ കർശനമായ നിലപാടെടുത്തു. നന്ദിനി അവിടെ ചെല്ലാത്തതിൻ്റെ കാരണമെന്താണെന്ന് വീണയ്ക്കൊഴികെ ബാക്കി ആർക്കും അറിയില്ലായിരുന്നു. ഒരു ദിവസം രമേശ് പറഞ്ഞു, നന്ദിനി ഇവിടെ വരാതെയായിട്ട് കുറേ നാളായില്ലേ. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് വെച്ചാൽ അതും വേണ്ടെന്നാണല്ലോ അമ്മ പറയുന്നത്. അമ്മ അവളെ നിർബന്ധിച്ചു വിളിച്ചു എന്ന് പറയുന്നതല്ലാതെ ഞാനതൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ തമ്മിൽ ഞാനറിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ തമ്മിൽ നീ അറിയാത്ത ഇടപാടുണ്ട്. പക്ഷേ നീ അത് അറിയുകയും വേണ്ട. നീ അറിയേണ്ട കാര്യമാകുമ്പോൾ നിന്നോട് പറഞ്ഞുകൊള്ളും. അതെല്ലാം നിന്റെ കൂടെ നന്മയ്ക്ക് വേണ്ടിയാണ്. വിചാരിച്ചത് അങ്ങനെയാണെങ്കിലും വീണ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ അവളോട് നിർബന്ധിച്ചു പറഞ്ഞില്ല എന്ന് ആര് പറഞ്ഞു? ആദ്യം ഞങ്ങൾ രണ്ടുപേരും പോയി വിളിച്ചിട്ടല്ലേ അവൾ ഇവിടെ വരാൻ തുടങ്ങിയത് തന്നെ. അതുപോലെ ഞാൻ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. പക്ഷേ അവൾ വരില്ല എന്ന് നിർബന്ധം പിടിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവളിവിടെ വരികയും അവളോട് സംസാരിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷം കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതും നഷ്ടപ്പെട്ടു. അങ്ങോട്ട് പോകാം എന്ന് വെച്ചാൽ ആ വീട്ടുകാർക്ക് തന്നെ ഇഷ്ടമല്ല. അതുപോലെ മറ്റൊരു സ്ഥലത്തേക്ക് താൻ പോകുന്നത് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല. അവരോടൊപ്പം മാത്രം പോകണമെന്നാണ് അവരുടെ താല്പര്യം. അവർ പോകുമ്പോൾ ആ കൂടെ വേണമെങ്കിൽ അവിടെ വരെ ചെല്ലാം. എന്നാലും അവളെ അങ്ങനെ കാണാൻ കിട്ടില്ല. നന്ദിനിയെ കാണാതായതോടെ രമേശിൻ്റെ സ്വഭാവം പഴയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. മരുന്ന് കഴിക്കാത്ത രോഗിയെപ്പോലെ അവൻ്റെ രോഗാവസ്ഥ അനുദിനം മോശമായിക്കൊണ്ടിരുന്നു. നന്ദിനി അവിടെ
ഒരിക്കൽ പോലും വരാത്തത് എന്തുകൊണ്ട് എന്ന് പീതാംബരൻ നമ്പ്യാർക്കും മനസ്സിലായില്ല. വീണയാകട്ടെ താൻ അറിഞ്ഞ വിവരം അയാളോട് പോലും പറഞ്ഞതുമില്ല. പറഞ്ഞില്ലെങ്കിൽ പോലും തന്നെ അവൾ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്ന് പറയാതെ അറിയാൻ മാത്രമുള്ള കഴിവൊന്നും നമ്പ്യാർക്കില്ല. ഇനി ഇതുകൂടി അറിഞ്ഞിട്ട് പിന്നെ ഒരു വിഷമം കൂടി ഭർത്താവിൻ്റെ മനസ്സിൽ ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് വീണ പറയാതിരുന്നത്. ഒരു ദിവസം അയാൾ നേരിട്ട് തന്നെ വീണയോട് ചോദിച്ചു, രമേഷിൻ്റെ അവസ്ഥ മോശമാകുന്നത് നീ അറിയാഞ്ഞിട്ടാണോ? അല്ലല്ലോ. അതിന് കുറച്ചെങ്കിലും മെച്ചമുണ്ടായിരുന്നത് ആ പെൺകുട്ടി ഇവിടെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ്. അവൾ അവനോട് സംസാരിച്ചിരിക്കുകയും ചെയ്യുമ്പോഴാണെന്ന് ഡോക്ടർ പോലും പറഞ്ഞത് നീ കേട്ടതല്ലേ? എന്നിട്ടും നീ അതിന് താല്പര്യമെടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ താല്പര്യമെടുക്കാഞ്ഞിട്ടാണോ? അവൾ വരില്ല എന്ന് നിർബന്ധം പിടിച്ചാൽ പിന്നെ എന്തു ചെയ്യും? എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം മനസ്സിലായാലല്ലേ നമുക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. പറയില്ലെന്ന് വെച്ചാൽ എന്തു ചെയ്യാൻ കഴിയും? വീണ ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല എന്ന് പീതാംബരൻ നമ്പ്യാർക്ക് ബോധ്യമായി. അങ്ങനെയാണെങ്കിൽ പിന്നെ ആദ്യം ഇടപെട്ടയാൾ താനാണല്ലോ. താൻ തന്നെ പോയി അവരോട് സംസാരിക്കാം. അവൻ്റെ രോഗം ഭേദമാക്കാൻ വേണ്ടിയെങ്കിലും അവളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകാൻ സൗകര്യമൊരുക്കണം എന്ന് പറയാം. ആവശ്യക്കാരൻ താനായി പോയില്ലേ? ഔചിത്യമുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അക്കാര്യം ആലോചിച്ചപ്പോൾ തന്നെ വീണയോട് അയാൾ പറഞ്ഞു. അപ്പോഴും അവളുടെ മറുപടി അയാളെ നിരുത്സാഹപ്പെടുത്തുന്ന മട്ടിലായിരുന്നു. ഏട്ടൻ പോയി പറഞ്ഞാലും അവൾ വരാൻ സാധ്യതയില്ല. അവൾക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവൾക്കിപ്പോൾ ഈ വീട് കാണുമ്പോൾ ഭയമാണെന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വരില്ല എന്ന് തീർത്തു പറയുന്നത്. നമ്മളോട് ആരോടും സംസാരിക്കില്ല എന്നവൾ പറയുന്നില്ല. വീട് കാണുമ്പോൾ പോലും ഭയമുണ്ടാകണമെങ്കിൽ വെറുതെ ഉണ്ടാവുകയില്ലല്ലോ. പീതാംബരൻ നമ്പ്യാരുടെ മനസ്സിൽ ഒരു സംശയമുണ്ടായി. അന്ന് തങ്ങൾ ഇവിടെ നിന്നും പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഇവളുടെ പുന്നാര ഇളയച്ചനാണ്. അയാളുടെ കയ്യിലിരിപ്പാണെങ്കിൽ ലോകത്തിൽ ഒരുത്തനും ഇല്ലാത്ത തരവും. അമ്മയേത് പെങ്ങളേത് എന്ന് അയാൾക്ക് തിരിച്ചറിയില്ല. അയാളിൽ നിന്ന് എന്തെങ്കിലും മോശമായ അനുഭവം അവൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീടിനെ ഭയക്കുന്നതിൽ കാര്യവുമുണ്ട്. മിക്കവാറും അതുതന്നെ ആയിരിക്കാം കാരണം. വീണയോട് അവൾ കാര്യം പറഞ്ഞിട്ടുണ്ടാകാനാണ് സാധ്യത. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവൾ അറിഞ്ഞിട്ടുണ്ട്. വീണയെക്കൊണ്ട് തന്നെ അത് പറയിപ്പിക്കണമെങ്കിൽ അതിനുള്ള വഴിയും പീതാംബരൻ നമ്പ്യാർക്ക് അറിയാമായിരുന്നു. അയാൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് കാര്യത്തിൻ്റെ കിടപ്പ് ഏകദേശം പിടികിട്ടി. നമ്മളിവിടെ നിന്നും പോകുമ്പോൾ ഉണ്ടായിരുന്നത് നിന്റെ പ്രിയപ്പെട്ട പവിത്രൻ ഇളയച്ചനാണല്ലോ. അയാൾ തന്നെ ആയിരിക്കും കാരണം. അയാൾ അറിയാതെ ഇങ്ങനെ ഒരു വിഷമം ആ കുട്ടിക്കുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അയാളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാര്യങ്ങൾ പിടിവിട്ടു പോകും എന്ന് തോന്നിയതുകൊണ്ട് വീണ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം അയാളോട് പറഞ്ഞു. ഉണ്ടാകാവുന്ന ഒച്ചപ്പാടും ബഹളവും ഉണ്ടാവാതിരിക്കാനാണ് പറയാതിരുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞു. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം. ഇന്ന് രാവിലെ അയാൾ വന്നപ്പോൾ വീട്ടിൽ കയറ്റിയത് കയറ്റി. ഇനി ഒരു ദിവസം അയാൾ വന്നാലും ഈ വീട്ടിൽ കയറ്റരുത്, പറഞ്ഞേക്കാം.
ഇനി അനുസരിക്കാതെ വിളിച്ചു കയറ്റിയെങ്കിൽ നീയും അയാളും ഒരുമിച്ച് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അയാൾക്ക് നീയും വെറും ഒരു പെണ്ണു മാത്രമാകും ചില സമയങ്ങളിൽ. എന്തു തന്നെ പറഞ്ഞാലും താൻ അത് കേൾക്കാൻ കടപ്പെട്ട ആളാണ്. തൻ്റെ ബന്ധത്തിൽപ്പെട്ട ആളായി പോയല്ലോ. പക്ഷേ ബന്ധുവാണെന്നുള്ള വിചാരം ഇളയച്ചന് ഇല്ല എന്ന കാര്യം ശരി തന്നെയാണ്. ഒരു കണക്കിന് താൻ എന്തിന് ഇളയച്ചൻ്റെ പക്ഷം പിടിക്കണം? തനിക്ക് തൻ്റെ ജീവിതമല്ലേ പ്രധാനം. തൻ്റെ ഭർത്താവും മകനും ഉൾപ്പെടുന്നതാണ് തൻ്റെ കുടുംബം. അതിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും അത് തനിക്ക് നഷ്ടം തന്നെയാണ്. അല്ലാത്തവർക്ക് എന്ത് സംഭവിച്ചാലും അതിൽ തനിക്കൊന്നും സംഭവിക്കാനില്ല താനും. വീട്ടിൽ കയറ്റുണ്ടെങ്കിൽ വേണ്ട, ഇളയച്ചനോട് ഇങ്ങോട്ട് വരണ്ട എന്ന് ഞാൻ നേരിട്ട് കണ്ടാൽ പ്രത്യേകം പറഞ്ഞേക്കാം. അതല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞ് ഏൽപ്പിക്കാം. അങ്ങനെ ചെയ്താൽ പ്രശ്നം തീർന്നില്ലേ? നന്ദിനിയോട് പിന്നെ ആ വീട്ടിലേക്ക് ചെല്ലാൻ പറയാൻ പീതാംബരൻ നമ്പ്യാർക്ക് മനസ്സ് വന്നില്ല. ആ കുട്ടിക്ക് കൂടുതൽ അപകടമൊന്നും ഉണ്ടാവരുതേ എന്നായിരുന്നു അയാളുടെ പ്രാർത്ഥന. അത് വീണ വിചാരിക്കുന്നത് പോലെ അവരുടെ മകന് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാനംകേടുണ്ടായെങ്കിലോ എന്ന ഭയം കൊണ്ടല്ല. ആ കുട്ടിക്ക് അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. അച്ഛനാരെന്ന് വ്യക്തമായി ചൂണ്ടിപ്പറയാൻ ഒരാളില്ലാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇപ്പോഴത്തെ സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയുടെ കാര്യം ഓർക്കാൻ പോലും കഴിയില്ല. ആ കാരണം കൊണ്ടാണ് അവൾക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന് അയാൾ ആഗ്രഹിച്ചത്. എല്ലാ ആഗ്രഹങ്ങളും സഫലമാവുകയില്ലല്ലോ. അതും ചില ഹതഭാഗ്യരുടെ കാര്യത്തിൽ. അവിവാഹിതയുടെ 14-ാം ഭാഗം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. നന്ദിനിയുടെ ജീവിതത്തിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക? ഈ സത്യം ഇനിയും ആരൊക്കെ അറിയാൻ പോകുന്നു? അറിയാൻ അടുത്ത ഭാഗം തീർച്ചയായും കേൾക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർത്തേക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.